എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യോനായുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യോന 3:5-6 വാക്യങ്ങൾ. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീറിൽ ഇരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യോനായുടെ പുസ്തകം ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ച ഒരു ജനതയുടെ സംഭവമാണ്. പാപത്തിൻ്റെ അഗാധതയിൽ വീണുപോയ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാനാവാത്ത വിധം പാപത്തിൽ മുഴുകിപ്പോയ ഒരു ജനതയെ ഒരു മനുഷ്യനിലൂടെ ദൈവം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 2 കോൺസെപ്റ്റ് ഉണ്ട്. അവരുടെ നാശം കാണാനാണ് യോന ആഗ്രഹിച്ചത്. എന്നാൽ അവരുടെ രക്ഷ കാണാനാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചത്. നമ്മൾ വായിച്ച വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. നിനവേക്കാർ എല്ലാവരും ഒന്നടങ്കം ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി, രാജാവും രാജവസ്ത്രം മാറ്റി രട്ടുടുത്തു ഉപവസിച്ചു. ചെറിയവരും വലിയവരും ആബാലവൃദ്ധം, മൃഗങ്ങളും ആടുമാടുകളും എല്ലാം ദൈവസന്നിധിയിൽ താണു എന്ന് കാണുന്നു. ഒരു ജോലിയും ചെയ്യാതെ, ജലവും പാനങ്ങളൊന്നുമില്ലാതെ അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഒരു അനുരഞ്ജനത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്നതാണ് യോനയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം. അങ്ങനെ അവർക്ക് വരുത്താൻ ദൈവം ആഗ്രഹിച്ച വലിയ ശിക്ഷയിൽ നിന്ന് ദൈവവും അനുതപിച്ച് അവരെ രക്ഷയിലേക്ക് നടത്തി എന്ന് 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. നോമ്പിൻ്റെ നാളുകൾ നമുക്ക് ലഭിക്കേണ്ട ദർശനം ഇതാണ്. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾ എത്ര വലിയവരായി നിലനിന്നാലും രാജാവ് സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് രട്ടുടുത്തു. നമ്മൾ നമ്മളുടെ പദവികളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉയർത്തിയിരിക്കുന്ന, നമ്മെക്കുറിച്ച് നമ്മൾ കരുതിയിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് ഏറ്റവും താഴേക്ക് ഇറങ്ങി വരാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. ദൈവം നമ്മുടെ അനുതാപം സ്വീകരിക്കും. ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെടാനുള്ള പരിശീലനത്തിൻ്റെ നാളുകളായി നോമ്പിൻ്റെ നാളുകൾ നമുക്ക് ഭവിക്കട്ടെ. നമ്മെ തന്നെ വിധേയപ്പെടുത്താം, ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താം. നമ്മളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥയെ നന്നായി അറിയുന്ന ദൈവം നമ്മെ തന്നെ തിരുത്താനുള്ള സാവകാശം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നോമ്പിൻ്റെ നാളുകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ തിരിച്ചറിയാൻ, കണ്ടെത്തി ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ, വീഴ്ചകളെ മനസ്സിലാക്കി തിരുത്താനുള്ള കൃപ ഈ നാളുകളിൽ നൽകണമേ. അനുതാപ ഹൃദയത്തോടും അനുരഞ്ജന ആഗ്രഹത്തോടും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇച്ഛകൾ കൊണ്ടും ആരോടും തിന്മ ചെയ്യാതെ ജീവിപ്പാൻ, ആരെയും വേദനിപ്പിക്കാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനോടും മിതത്വം പാലിപ്പാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വഴികളിലൂടെ നടത്തണമേ. യേശു മശിഹ മൂലം
പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.